ഇതിനിടയ്ക്ക് എനിക്ക് 2-3 DMs വന്നിട്ടുണ്ടായിരുന്നു. നീലിമ, ഈ ഹെൽത്ത് കെയർ സിസ്റ്റമിനെ കുറിച്ച് ഇവിടെ നെതർലൻഡ്സിൽ എങ്ങനെയാണ് കൂടുതൽ പറയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ദിവസം തൊട്ട് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി വഴി ഒരു നേഴ്സ് നമ്മളെ എല്ലാ കാര്യങ്ങളിലും കുഞ്ഞിനെ എടുക്കാനും കൈമാറാനും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും പുക്കിൾക്കൊടി നന്നായി ഉണങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കാനും അമ്മയുടെ സ്റ്റിച്ച് അല്ലെങ്കിൽ അമ്മയുടെ ഹെൽത്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് ഒരു നേഴ്സ് 8-10 ദിവസത്തേക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ട ക്ലിപ്പിൽ കാണിക്കുന്നത് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആദ്യത്തെ ആഴ്ച തന്നെ കുഞ്ഞിൻ്റെ ഹെൽത്തും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഓഫീസർ വന്നതാണ്. അപ്പം പുള്ളിക്കാരത്തി അതിനകത്ത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹിയറിംഗ് ടെസ്റ്റാണ്. വീട്ടിൽ വന്നാണ് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാലിൽ നിന്ന് ഹീൽ പ്രിക്ക് എന്ന് പറയുന്നത്, അതായത് ഉപ്പൂറ്റിയിൽ നിന്ന് കുറച്ച് ബ്ലഡ് എടുത്തിട്ട് എന്തെങ്കിലും തൈറോയിഡ് ഇഷ്യൂസോ അനീമിയയോ അല്ലെങ്കിൽ ജനിതകമായി എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ബ്ലഡ് വഴി പരിശോധിച്ച് അറിയാൻ വേണ്ടി അവർ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യത്തെ ആഴ്ച ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ വന്ന് കുഞ്ഞിൻ്റെ ബ്ലഡ് എടുക്കുകയും കുഞ്ഞിൻ്റെ ചെവിയുടെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്നത്. നെതർലൻഡ്സിൽ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു വെതറാണ്. ഇവിടെ ഒട്ടും ഈർപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കുഞ്ഞിനെ 2 പ്രാവശ്യം മാത്രം ആഴ്ചയിൽ കുളിപ്പിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ബേബി പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ റെക്കമെൻഡഡ് അല്ല. കുളി കഴിഞ്ഞാൽ വെറും ഒരു ബേബി ഓയിൽ മസാജ് മാത്രമാണ് ഇപ്പോൾ റെക്കമെൻഡഡ്. പിന്നെ ഈ 7 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ ഒരു ഓഫീസർ ഇതേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ട് തുടർച്ചയായ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ടൈം ടു ടൈം നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇവിടുത്തെ ഒരു സിസ്റ്റമിൻ്റെ അസിസ്റ്റൻസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച അനുസരിച്ച് വരുന്ന ആഴ്ചകളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുഞ്ഞിന് വരാൻ പോകുന്ന മാറ്റങ്ങളും ഫുഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിളൊക്കെ എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതും കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതും ഒക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതോടൊപ്പം തന്നെ കുഞ്ഞിന് അത്യാവശ്യം തുടങ്ങാൻ പോകുന്ന വാക്സിനേഷൻസും എല്ലാ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നെതർലൻഡ്സിലെ ഒരു സിസ്റ്റം. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ എന്നോട് സ്പെസിഫിക്കലി ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുവാണ്. അതുപോലെ നമ്മുടെ പേരൻസിൻ്റെ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ്സിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ചോദിക്കും. അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് പേരൻസിന് എൻ്റെ സൈഡിൽ നിന്ന് അപ്പായിക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ റിജോയുടെ ഡാഡിക്കും അമ്മയ്ക്കും എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഉണ്ടെങ്കിൽ അതെല്ലാം അവർ നോട്ട് ചെയ്ത് വെക്കും. കാരണം എനിക്ക് തോന്നുന്നത് ലേറ്റർ ഓൺ കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓൾറെഡി പിന്നെ ഒരു ഐഡിയ ഉണ്ട് ഫാമിലിയിൽ ഇങ്ങനെ ചില ഹിസ്റ്ററി ഉണ്ട്. അതായത് BP ആണെങ്കിലും ഷുഗറിൻ്റെ ആണെങ്കിലും ഹാർട്ട് ഡിസീസിൻ്റെ ആണെങ്കിലും ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതാണ് ഈ പുള്ളിക്കാരത്തി എന്നോട് നിന്ന് ചോദിക്കുകയും ഞാൻ അതിനെല്ലാം ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് വീഡിയോയിൽ. ഇത് കഴിഞ്ഞാൽ ആൾ വന്നേക്കുന്നത് കുഞ്ഞിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു ഓൺലൈൻ പോർട്ടലിൽ എൻട്രി ചെയ്യും. അതോടൊപ്പം തന്നെ ഒരാഴ്ചയ്ക്ക് മുകളിലായി. അപ്പം കുഞ്ഞിൻ്റെ ബർത്ത് വെയ്റ്റിൽ നിന്ന് എത്രത്തോളം വളർച്ച ഉണ്ടെന്നറിയാൻ വേണ്ടി വീട്ടിൽ തന്നെ വന്നിട്ട് വെയ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കുഞ്ഞിനെ ഒരു ചെറിയ തൊട്ടിൽ പോലത്തെ ഒരു സാധനത്തിൽ ഒരു തുണി റാപ്പ് ചെയ്ത് അതിനകത്ത് കിടത്തിയിട്ടാണ് പുള്ളിക്കാരത്തി വെയിറ്റ് നോക്കുന്നത്. അപ്പം ദൈവം സഹായിച്ച് കുഞ്ഞിൻ്റെ വെയിറ്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നു. എല്ലാം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പുതിയ അമ്മയ്ക്ക് ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഹെൽത്ത് സെൻ്ററിലോ പോയി ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അവർ നമ്മളുടെ അടുത്തേക്ക് വരും. നമ്മളായിട്ട് അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ എന്നോട് 2 വാക്സിനേഷൻസ് ഓൾറെഡി എടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ 3 മാസത്തേക്ക് കുഞ്ഞിനായിട്ട് പ്രത്യേകം വാക്സിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മ വഴി കുഞ്ഞിന് ഓൾറെഡി ആ വാക്സിനേഷൻ കവേർഡ് ആവും. അതാണ് വൂപ്പിംഗ് കഫ് ആൻഡ് ഡിഫ്തീരിയ എന്ന് പറഞ്ഞ 2 വാക്സിനേഷൻസ് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായ റോസും ഫാമിലിയും അൻഷിഫയും ഫാമിലിയും ഒക്കെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണാൻ വന്നതാണ് കേട്ടോ. ഇപ്പോൾ പതുക്കെ വിസിറ്റേഴ്സൊക്കെ നമ്മൾ ഓക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. നിങ്ങളിതുവരെ എന്നെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.